വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡ് എന്ന് പറയുമ്പോൾ LCHF ഡയറ്റ് അഥവാ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഈ ഡയറ്റ് എടുത്തിട്ടുള്ളവർക്കറിയാം, ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് പ്രോട്ടീനും ഫാറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റാണ്. അപ്പോൾ ആ ഡയറ്റിൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ലോഫ് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡൊക്കെ തയ്യാറാക്കുന്നതിന് ഒത്തിരി മുമ്പേ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. കീറ്റോ ഡയറ്റിൽ നമുക്ക് ഷുഗർ അലൗഡ് അല്ലാത്തത് കാരണം ഈ ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എഗ്ഗും ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തു. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരുമാതിരി പിരിഞ്ഞ് തൈര് പോലെ വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ കീറ്റോ ഡയറ്റിൽ നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം ഞങ്ങളുടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതും റൂം ടെമ്പറേച്ചറാണ്. നന്നായിട്ട് കുലുക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓവർ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. ഇതൊരു റവയുടെയൊക്കെ ഒരു പരുവത്തിനാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പാണ്. 1 കപ്പ് അളവിൽ ബദാം പൗഡറുണ്ട്. കണ്ടോ, നല്ല തരിതരിപ്പായിട്ടാണ്, ഒരു റവയുടെയൊക്കെ സൈസിലാണ് പൊടിച്ചേക്കുന്നത്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തരിതരിപ്പായിട്ടൊക്കെ പൊടിച്ച കാരണം നമുക്ക് അരിപ്പിൽ കൂടി അരിക്കാൻ ഇത് പറ്റത്തില്ല. അത് കാരണം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മയം പുരട്ടി വെച്ചിരുന്ന ലോഫ് ട്രേയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഈ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓവനിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഓവൻ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ OTG ഉണ്ട്, ഈ ഓവനും ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഈ ഓവനാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മുന്നേ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആണ് ഈ ഒരു നോബ് വഴിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഒരു ഡിഷിൻ്റെ മോഡലാണിത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്. അതിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഹീറ്റായി കിടപ്പുണ്ട്. അപ്പോൾ ഈ ലോഫ്റ്റർ ഇതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഓവനിൽ ഒരു 20 മിനിറ്റ് സമയമാണ് എടുത്തത്. ഓരോ ഓവൻ്റെ ഹീറ്റിനനുസരിച്ചിട്ട് ടൈമിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് സ്ക്യൂറൊക്കെ ക്ലീനാണ്. അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് ഈ കേക്ക് ബേക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെ ഒരു തുണി വെച്ച് മൂടി വെച്ചിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഈ ലോഫ് ട്രെയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്.
കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് ബ്രെഡ് കട്ട് ചെയ്യും പോലെ നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ബട്ടർ തേച്ചിട്ട്, നമുക്ക് ബട്ടർ അലൗഡ് ആണല്ലോ ഈ ഡയറ്റിൽ, ബട്ടർ തേച്ചിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി ഇതിനകത്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാം. പിന്നെ കുക്കുംബറും ഓണിയനൊക്കെ വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമുക്ക് അലൗഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് എങ്ങനെ കഴിക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബ്രെഡ് റെസിപ്പി നല്ലൊരു ഓപ്ഷനാണ് ഈ കീറ്റോ ഡയറ്റ്, LCHF ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലീസിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും